ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോകളൊക്കെ വെച്ചിട്ട് ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ ഒരാളെയും ലാലേട്ടൻ വെറുതെ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഇപ്പൊ നെവിനെ പൊക്കി, ജിസേല്, അനുമോള് രണ്ടുപേർക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. ആര്യന് 8ന്റെ പണി കിട്ടി പോയി വീട്ടിൽ ഇരിപ്പുണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു നോക്കാം. പക്ഷേ റെന ഫാത്തിമയുടെ പ്രൊമോ ഇപ്പം വരെയും വന്നിട്ടില്ല. ഞാൻ കുറെ നേരം കൊണ്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റെന ഫാത്തിമയുടെ അത് വരണം. റെന ഫാത്തിമയ്ക്ക് നല്ല ഒരു തട്ട് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടണം. റെന സെൽഫായിട്ട് ഒരു കുറച്ചൊക്കെ മനസ്സിലാക്കണം താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം നെഗറ്റീവ് ആണ് എന്ന്. കാരണം റെന അത്തരത്തിൽ ഓവറായിട്ടൊരു നെഗറ്റീവായിട്ട് സൊസൈറ്റിക്ക് മുന്നിൽ വരണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഏജിൽ അത്രയും നെഗറ്റീവ് റെനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷെ റെന അത് അർഹിച്ചു പോകുന്നുണ്ട്. ഇത്രയും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് റെന വാ കൊണ്ട് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതുപോലെ മുഖം കൊണ്ട് കാണിച്ചിട്ടുള്ള പല ഗോഷ്ഠികളും, ഇതൊന്നും തന്നെ റെനയുടെ ഒരു ഫ്യൂച്ചർ, അതിന് എന്ത് കരിയർ ആയിക്കോട്ടെ അതിനൊന്നിനും തന്നെ നല്ലതല്ല. അതിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. ഈ ബിന്നി പറഞ്ഞു കൊടുത്ത ഒരു ചീത്തവാക്കുണ്ടായിരുന്നു, ആ ഒരു ഷൂ മാങ്ങ, ഷൂ ഹാങ്ങു എന്ത് ആയിക്കോട്ടെ, അതൊരു ചീത്ത വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ക്രീപ്പി അങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥമുള്ളത്. ശരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള, അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ കുറേ അധികം, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കുറച്ചധികം മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു മോശം ടച്ച്, തൊടൽ എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുതിർന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. ചിലപ്പോൾ അത് ഫാമിലിയുള്ള മെമ്പേഴ്സിൽ നിന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു മീനിങ്, അതായത് പെഡോഫിലിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഈ പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്തിനാണ് അത് അനുമോളെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അനുമോള് ആര്യനുമായിട്ടുള്ള റിലേഷനെ ഇവിടെ പലരും അതിനകത്താണ് ഏറ്റവും കൂടുതൽ കഥയുണ്ടാക്കുന്നത്. അല്ലാതെ ഈ ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അനുമോൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് അനുമോള് മറ്റേ കിച്ചണി വെച്ചിട്ട് ആര്യനുമായിട്ട് കുറച്ച് കൊഞ്ചി സംസാരിച്ചു എന്നൊക്കെയാണ്. അനുമോള് ഷാനവാസിന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തും ഒക്കെ കൂട്ടുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അനുമോൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി, ഇനി ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാവരുടെ അടുത്തും കൊഞ്ചി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇനി അനുമോളിന്റെ PR ആണെന്ന് പറഞ്ഞു വരുന്നവരോടും, അല്ലെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മ എന്നുള്ള പേര്, സീരിയൽ ഗ്രാൻഡ്മ, ഓക്കെ അനുമോളിന്റെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നവരോടുമായിട്ട് പറയാണ്, ഈ അനുമോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇവരുടെ സ്റ്റാർ മാജിക് ഷോ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെ പേഴ്സണലി ഉള്ള ഒരു ക്യാരക്ടർ, അത് ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ ആ ഒരു കഥാപാത്ര നിരൂപണത്തിന് എനിക്കത് ആവശ്യമാണ്. അവർ അകത്തെങ്ങനെയാണ് പെരുമാറുന്നത്, പുറത്തെങ്ങനെയാണ്. അതിപ്പോൾ നെവിൻ്റെ ക്യാരക്ടറായിരുന്നു ഞാൻ ആദ്യം എടുത്ത് പഠിച്ചത്. നെവിൻ പുറത്തെങ്ങനെയാണോ അകത്തിങ്ങനെയാണോ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതിനപ്പുറം എനിക്ക് ഈ പറയുന്ന അനുമോളുമായിട്ട് യാതൊരു പരിചയവും ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അനുമോള് അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ചീത്ത വിളിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പ്രാവുന്നതായിക്കോട്ടെ, പിന്നെ അങ്ങോട്ട് കുറെ അധികം വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കയറി ചെന്നിട്ട് അടി മേടിച്ചിട്ട് പിന്നെ അടി കിട്ടി എന്ന് പറഞ്ഞത് കരയുന്ന ആള് തന്നെയാണ് അനുമോള്. പക്ഷേ ആ ആളുടെ കരിയർ, അല്ലെങ്കിൽ ആളുടെ പ്രൊഫഷന് സീരിയൽ ആക്ട്രസ് ആണ് എന്ന് പറയുന്നതിനെ ഉൾപ്പെടെ, അതിനെ മാത്രമല്ല അവർക്ക് ഈവൻ അവരുടെ പേഴ്സണലി ഉള്ള ക്യാരക്ടറിനെ വരെ ചോദ്യം ചെയ്യുന്ന ഡയലോഗ് അക്ബറും അപ്പാനിയും ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം എല്ലാവരുടെ കൂടി ഇരുന്നിട്ട് ഈവൻ റെന വരെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ആക്ട്രസ് അല്ല എന്നാണ് പറഞ്ഞത്. അനുമോൾക്ക് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തോ അങ്ങനെയൊക്കെ കുറെ സോഷ്യൽ മീഡിയയിൽ കാണാം. ഇതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ അനുമോളുടെ അനുമോള് തിരിച്ചു പറഞ്ഞതിന് ഇത്രയും ബുള്ളിയിങ്, ഇത്രയും ഈ പറയുന്ന സ്ലട്ട് ഷെയ്മിങ് അനുമോള് ജിസേലിനെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചെയ്തു എന്നത് നമുക്ക് അനുമോള് പറയുന്ന പല കാര്യങ്ങൾ അത്തരത്തിൽ ഒരു സദാചാര ലെവലിലേക്കാണ്, ഒരു കുലസ്ത്രീ ലെവലിലേക്കാണ്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന ആണുങ്ങളൊക്കെ മൊണ്ണകളാണ്, ഈ പറയുന്ന ആണുങ്ങളൊക്കെ ജിസേലിന്റെ ബോയ് ഫ്രണ്ട് ആണ്, അത്തരത്തിൽ ഈ പറയുന്ന ആണുങ്ങൾ അങ്ങനെ നടക്കുന്നതും, ജിസേൽ എന്ന് പറയുന്ന വ്യക്തി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏതോ ഒരു 3-4 സിനിമ, അതെല്ലാം ഇക്കിളിപ്പെടുത്തുന്ന സിനിമകളാണ്. ആ സിനിമകൾക്ക് കുഴപ്പമില്ല, ആ സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഗ്യാങ്ങിന് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരിയർ, അല്ലെങ്കിൽ അവരുടെ അഭിനയ ജീവിതത്തെ പറയാൻ, ഈവൻ അപ്പാനിക്ക് പോലും പറയാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം വെച്ചാൽ അപ്പാനി എവിടെ കിടക്കുന്നു, അനുമോളിന്റെ ഈ ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു, അത് ഡിഫറൻസ് ഉണ്ട്. അപ്പാനി ഒരു സിനിമയിൽ അഭിനയിച്ച് മാത്രമേ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളൂ. അത് ആ ഒരു ക്യാരക്ടർ, അപ്പാനി രവി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ മാത്രമാണ്. അല്ലാതെ അപ്പാനി ശരത്തിനെ ആ ശരത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഒരു പാട്ടിലൂടെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് അപ്പാനി. അല്ലാണ്ട് എനിക്ക് അപ്പാനിയെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല.
അനുമോൾക്ക് ആ സമയത്ത് അനുമോൾ ഈ TV പ്രേക്ഷകരുടെ ഇടയിൽ അനുമോൾ ഇത്രയും സ്റ്റാർ ആവാനുള്ള കാരണം അവരുടെ അത്രയും വർഷത്തെ കരിയർ അവിടെ ഉണ്ടായത് കൊണ്ടാണ്. സോ അനുമോളെ എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും എന്ന് വെച്ചാൽ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു കമ്പാരിറ്റീവ്ലി അനുമോളെ ഒരുപാട് പേർക്ക് അറിയാം. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ അനുമോളെ പറഞ്ഞത് കൊണ്ട് റെന നല്ലതാണ് എന്നൊരിക്കൽ ബിന്നി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ റെനയെടുത്ത് നമ്മൾ അങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ റെന ഇങ്ങോട്ട് സംസാരിക്കും. മര്യാദയ്ക്ക് സംസാരിച്ചാലും മര്യാദ ഇല്ലാതെ സംസാരിച്ചാലും നമുക്കൊരു മര്യാദ ഉണ്ടായിരിക്കണം. അത് വിട്ട് നമ്മൾ അതിൽ കൂടുതൽ മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ ക്യാരക്ടറാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സോ റെനയ്ക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഞാൻ പ്രൊമോ പോലും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് പോയേച്ചും വരാം. അതിനൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.